ആലപ്പുഴ കരൂരിൽ യുവതിയെ കൊന്നുകുഴിച്ച് മൂടി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. എവിടെയാണ് മൃതദേഹം കുഴിച്ചു മൂടിയെന്നറിയാൻ പ്രതി ജയന്തിനുമായുള്ള പോലീസ് പരിശോധന തുടങ്ങിയിട്ട് അല്പസമയമായി. കൃത്യം സ്പോട്ട് ലൊക്കേറ്റ് ചെയ്ത് അവിടെ പോലീസ് പരിശോധിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഈ ഈ പറയുന്ന സ്ഥലം അവിടെ കുഴിച്ചു തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വളരെ വേഗത്തിൽ പോലീസ് അടുത്ത പ്രൊസീജിയറുകളിലേക്ക് കടക്കുകയാണല്ലേ? തീർച്ചയായും ഇപ്പോൾ സ്ഥലം കുഴിച്ചു തുടങ്ങി. മൃതദേഹം കണ്ടെത്തിയെന്നാണ് തോന്നുന്നത്. കാരണം ഈ ദുർഗന്ധമടക്കം പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി എന്നുള്ള വിവരം കൂടി, കാരണം പോലീസ് ഉദ്യോഗസ്ഥർ, ആ സ്ഥലത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അല്പം ദൂരേക്ക് മാറുന്ന കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ബോഡി ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ ബോഡി ഉണ്ട്, അത് കണ്ടെത്തിയിരിക്കുന്നു പോലീസ്. ജയചന്ദ്രൻ മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ആ ബോഡി ഉള്ളത് എന്നുള്ളതാണ്. അതായത് ജയചന്ദ്രന്റെ മൊഴി പൂർണ്ണമായും ശരിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്ഥലത്ത്, ആ വീടിന്റെ പിൻവശത്ത് ആ ഭാഗത്ത് തന്നെ ആ ബോഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. വിജയലക്ഷ്മിയുടേതായി സംശയിക്കുന്ന ബോഡിയാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ പോലീസ് കണ്ടെത്തുന്നത്. അത് ദുർഗന്ധം ഇപ്പോഴും പുറത്തേക്ക്, കാരണം ദിവസങ്ങൾ ഈ പഴക്കമുള്ളതാണ് ഈ ബോഡി. അത് ഈ സ്ഥലത്തേക്ക് കുഴിച്ചിട്ടു എന്നാണ് ജയചന്ദ്രൻ നേരത്തെ സമ്മതിച്ചത്. ആ സ്ഥലം ഇപ്പോൾ പോലീസ് നേരത്തെ ജയചന്ദ്രന്റെ മൊഴിപ്രകാരമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ആ സ്ഥലം ഇപ്പോൾ മാർക്ക് ചെയ്ത് കുഴിച്ചിരിക്കുന്നു. ആ സ്ഥലത്ത് മൃതദേഹമുണ്ട് എന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ആ ദൃശ്യങ്ങൾ കാണാം. ഉന്നത ഉദ്യോഗസ്ഥർ, സബ് കളക്ടർ, SP, DYSP, ACP അടക്കമുള്ള പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. ആലപ്പുഴ അമ്പലപ്പുഴയിൽ കൊന്നുകുഴിച്ചു മൂടിയ, കരുനാഗപ്പള്ളിയിൽ കാണാതായ വിജയലക്ഷ്മി അമ്പലപ്പുഴയിൽ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ ആ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. പ്രതി ജയേന്ദ്രൻ തന്നെയാണ് എവിടെയാണ് ഈ രീതിയിൽ എവിടെയാണ് ഈ മൃതദേഹം, വിജയലക്ഷ്മിയുടെ മൃതദേഹം കുഴിച്ചിട്ടത് എന്ന കാര്യം കൃത്യമായി പറഞ്ഞു കൊടുത്തത് പ്രതി ജയേന്ദ്രൻ തന്നെയാണ്. അവിടെ സ്പോട്ട് ചെയ്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് വളരെ പെട്ടെന്ന് തന്നെ കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ആ മേഖലയിൽ അല്പസമയം മുൻപാണ് പോലീസ് അവിടെ കുഴിച്ച് പരിശോധന നടത്തിയത്. അവിടെ ആ കുഴി തുറക്കുമ്പോൾ തന്നെ വലിയ ദുർഗന്ധം ഉണ്ടായിട്ടുണ്ട്. അവിടെ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് മാത്രമേ അന്വേഷണ സംഘത്തിനും പോലീസുകാർക്കും ഫോറൻസിക് വിദഗ്ധർക്കൊക്കെ നിൽക്കാൻ കഴിയുന്നുള്ളൂ. അവിടെ എന്തായാലും വളരെ പെട്ടെന്ന് അന്വേഷണത്തിൻ്റെ ഗതി വേഗം കൂടുന്നു. പ്രതി ജയേന്ദ്രൻ്റെ മൊഴി അനുസരിച്ചാണ് അങ്ങോട്ടേക്ക് പോലീസ് എത്തി അവിടെ പരിശോധന തുടങ്ങിയത്. ആ പരിശോധന തുടങ്ങി അല്പസമയത്തിനകം തന്നെ ജയേന്ദ്രൻ പറഞ്ഞ മൊഴി 100% ശരിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. അയാൾ പറഞ്ഞ അവിടെ തന്നെയാണ് മൃതദേഹം കുഴിച്ചിട്ടത്. മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ DNA പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾ കടക്കുകയാണ്. ഈ ഫോൺ, വിജയലക്ഷ്മിയുടെ ഫോൺ കൊണ്ട് ബസ്സിലിടാനുള്ള ജയേന്ദ്രൻ്റെ തീരുമാനമാണ് ആ കേസന്വേഷണത്തിൽ അതിനിർണായകമായത്. അതിൽ നിന്ന് കണ്ടെത്തിയ യാത്രക്കാരി ബസ്സെടുത്ത് കണ്ടക്ടർക്ക് കൈമാറുകയും കണ്ടക്ടർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും പിന്നീട് അത് ഓൺ ചെയ്ത് നടത്തിയ പരിശോധനയിൽ അതിൻ്റെ CDR പരിശോധനയിലൊക്കെ അവസാനമായി അതിൻ്റെ കോൾ ലിസ്റ്റ് എടുത്തു, CDR പരിശോധന നടത്തി. അതിലൊക്കെയാണ് ജയേന്ദ്രനിലേക്കുള്ള ബന്ധം വളരെ കൃത്യമായി തന്നെ പോലീസിന് മുന്നിൽ ഒരു റൂട്ട് മാപ്പ് പോലെ തെളിഞ്ഞത്. ജയേന്ദ്രനെ സാഹസികമായി പിടികൂടിയ പോലീസ് ആദ്യഘട്ടത്തിൽ ചോദിച്ചപ്പോഴൊന്നും അയാൾ മറുപടി പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഉണ്ടായ കാര്യങ്ങൾ അയാൾ കൃത്യമായി തന്നെ പറയുന്നത്. കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് അയാൾ പോലീസിന് നൽകിയ മൊഴി. തുടർന്ന് എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന കാര്യം അയാൾ പോലീസിനോട് പറഞ്ഞു. അവിടെ പോലീസ് എത്തി. ഇത്ര നേരമായും തെളിവെടുപ്പ് അവിടെ തുടരുകയായിരുന്നു. നേരത്തെ ഈ കറുത്ത ടാർപ്പാളിൻ അടിച്ചുകെട്ടി ആ സ്പോട്ടിനുള്ളിൽ തന്നെയായിരുന്നു ഈ സ്ഥലം. അവിടെയാണ് കുഴിച്ചുള്ള പരിശോധന നടത്തിയത്. ആ കുഴിച്ചുള്ള പരിശോധനയിൽ ഇപ്പോൾ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അരുൺരാജ് തുടരുന്നു. അരുൺ, ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനയല്ലേ, DNA പരിശോധന അടക്കം ഇത് വിജയലക്ഷ്മിയുടെ മൃതദേഹം തന്നെയാണോ ഒഫീഷ്യലി സ്ഥിരീകരിക്കൽ അടക്കമുള്ള കാര്യങ്ങളല്ലേ ഇനി മുന്നോട്ടേക്കുള്ളത്? അരുൺരാജ്. തീർച്ചയായും ഹാഷ്മി, ഇനി ഈ സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നു. കാരണം ഈ ബോഡി കുഴിച്ച ഭാഗം, ആ ഭാഗത്ത് വിജയലക്ഷ്മിയുടെ തലഭാഗം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇനി ആ ബോഡി പൂർണ്ണമായും പുറത്തെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. കാരണം ബോഡിക്ക് കൂടുതൽ മുറിവ് പറ്റാതെ, കാരണം ഇത് ഇങ്ങനെയാണോ കൊല ചെയ്ത് മറവ് ചെയ്തത് അതേ അവസ്ഥയിൽ തന്നെ വീണ്ടെടുക്കേണ്ടത് പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അതുകൊണ്ടാണ് പോലീസ് ഇനി ഒരു നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആ സ്ഥലത്ത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ മൃതദേഹം വിജയലക്ഷ്മിയുടേതെന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ സാങ്കേതികപരമായി ലഭിച്ചിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഇത് ഉറപ്പിക്കുന്ന തരത്തിൽ വിജയലക്ഷ്മിയുടേതാണ് മൃതദേഹം എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരെ ഉറപ്പിക്കുന്നുണ്ട് ഈ മൃതദേഹം വിജയലക്ഷ്മിയുടേതാണ്. കാരണം ജയചന്ദ്രൻ തന്നെയാണ് ഈ സ്ഥലം പോലീസിന് മുമ്പാകെ ഇപ്പോൾ കാട്ടിക്കൊടുത്തത്. ഈ സ്ഥലത്ത് താൻ മറവ് ചെയ്യുകയായിരുന്നു. അതിനുള്ള കാരണങ്ങൾ കൂടി പോലീസിന് മുമ്പാകെ അദ്ദേഹം പറഞ്ഞു. കാരണം ഈ ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ പതിക്കാത്ത, ആളുകൾ കൂടുതൽ ഇടപെടാത്ത ആ
സ്ഥലത്തേക്ക് താൻ ഈ മൃതദേഹം മറവ് ചെയ്തു എന്നുള്ളതാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ മൃതദേഹം മറവ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ തന്നെ തുടർന്നുകൊണ്ട് മൃതദേഹം അടുത്ത ആംബുലൻസ് അടക്കം ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇതേപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ, ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അവിടെയാണ് ഇനി പൂർത്തിയാക്കേണ്ടത്. കാരണം ഡോക്ടർമാരുടെ അടക്കം പ്രത്യേക സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ മൃതദേഹം എടുക്കുമ്പോൾ സ്വാഭാവികമായും പാലിക്കേണ്ട നിയമ നടപടികളുണ്ട്. അത് പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഇനി പോലീസ് അടുത്ത കടമ്പയിലേക്ക് കടക്കുക. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആലപ്പുഴ SP അതിന് നേതൃത്വം നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരോട് അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനെ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ജയചന്ദ്രൻ പറഞ്ഞത്, ജയചന്ദ്രനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പോലീസ് തേടുകയും ചെയ്യുന്നു. താൻ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഈ കൊലപാതകം ചെയ്തതാണെന്ന് ജയചന്ദ്രൻ പറയുമ്പോൾ, പക്ഷേ ഇത്ര കൃത്യമായി അതിനുശേഷം ജയചന്ദ്രൻ നടത്തിയ കാര്യങ്ങൾ, അതിനുശേഷം ജയചന്ദ്രൻ ഇടപെട്ട അല്ലെങ്കിൽ ജയചന്ദ്രൻ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അത് ഒളിപ്പിക്കാൻ വേണ്ടി ജയചന്ദ്രൻ നടത്തിയ ഇടപെടൽ, അതിനെ സംബന്ധിച്ച് പോലീസ് കുറച്ചുകൂടി വിശദമായ, കുറച്ചുകൂടി കാര്യക്ഷമമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ദിവസങ്ങൾ പഴക്കമുള്ള ഒരു മൃതദേഹം ആ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധമുണ്ട്. ആ ദുർഗന്ധം പുറത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പലരും ഇപ്പോൾ ദൂരേക്ക് മാറുന്നൊരു കാഴ്ച. അത് കുഴിക്കാനായി, ഈ സ്ഥലം കുഴിച്ച് മൃതദേഹം കണ്ടെടുക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന പോലീസ് തന്നെ നിശ്ചയിച്ച 2 പേരാണ്. അവരാണ് ഈ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോഴും പോലീസ് ശ്രദ്ധിക്കേണ്ടതായ കുറേയേറെ വസ്തുതകളുണ്ട്. കാരണം ഇനി കൂടുതൽ ഈ മൃതദേഹത്തിൽ കൂടുതൽ പുതുതായി മുറിവുകളോ അല്ലെങ്കിൽ ഒന്നും പറ്റാതെ തന്നെ ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കേണ്ടത് പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ വിവരം പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നു. മൃതദേഹം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ആ മൃതദേഹം നേരത്തെ ജയചന്ദ്രൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം എവിടെയുണ്ടെന്നും ആ മൃതദേഹം പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഇപ്പോൾ പോലീസിന് കഴിയുന്നു എന്നുള്ളതാണ്. തലഭാഗം ഇപ്പോൾ കണ്ടെത്തി എന്നുള്ളതാണ്. ആദ്യം കുഴിച്ച ഭാഗത്ത് ഈ വിജയലക്ഷ്മിയുടേതായ തലഭാഗമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ കൃത്യമായ അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് എത്തുന്നു. ആ തെളിവുകൾ കൂടുതൽ ശേഖരിക്കാൻ പോലീസിന് കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആലപ്പുഴ SP അടക്കമുള്ളവർ ഈ ദൃശ്യങ്ങളിൽ വളരെ പ്രകടമായി തന്നെ അവരെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകുന്നത്. ആലപ്പുഴ അമ്പലപ്പുഴ കരൂരിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ വാർത്ത രാവിലെ 24 ആണ് പുറത്തുവിട്ടത്. വിജയലക്ഷ്മിയെ കട്ടിംഗ് ബ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊന്ന ശേഷം കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ജയന്തന്റെ മൊഴി. പോലീസ് അതാണ് കണ്ടെത്തിയത്. അവിടെയായിരുന്നു പരിശോധന. ഈ മാസം 7-നായിരുന്നു നാടിനെ ഞെട്ടിച്ച ഈ കൊലപാതകം. പ്രതി ജയന്തനുമായി അവിടെ സംഭവ സ്ഥലത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം അവിടെ കോൺക്രീറ്റ് പൊട്ടിച്ച് കുഴിച്ചുള്ള പരിശോധനയിലാണ് അവിടെ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അത് വിജയലക്ഷ്മിയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ ഫോറൻസിക് വിദഗ്ധരും ഈ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിലുണ്ടായിരുന്നു. വീടിനകത്തോ സമീപത്തോ മൃതദേഹം കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യം പോലീസിന്റെ സംശയം. പിന്നീടാണ് വീടിന് പുറത്ത് അധികമാരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് അവിടെ കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു എന്ന് ജയേന്ദ്രൻ പോലീസിനോട് പറയുന്നത്. കൊലപാതകം നടത്തിയത് വീടിനുള്ളിൽ വെച്ചാണ് എന്നും പോലീസ് കണ്ടെത്തുന്നു. ഈ പറഞ്ഞ കട്ടിംഗ് ബ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താനുള്ള കാരണമായ പ്രകോപനം എന്താണ് എന്നത് മാത്രം പോലീസ് ഇപ്പോഴും അങ്ങോട്ട് സ്ഥിരീകരിക്കുന്നില്ല. ഈ മാസം 6-ാം തീയതി മുതലാണ് വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതി. ഇടുക്കി സ്വദേശിയായ ഒരാളെയായിരുന്നു അവർ വിവാഹം ചെയ്തിരുന്നത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. അതിനുശേഷം കരുനാഗപ്പള്ളിയിൽ താമസമാക്കിയ ഇവർ അമ്പലപ്പുഴക്കാരനായ ജയന്തനെ പരിചയപ്പെടുന്നു. ജയന്തനുമായി വിജയലക്ഷ്മി അടുത്ത സൗഹൃദത്തിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതെന്താണ് കാരണം? മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന സംശയം കൊലപ്പെടുത്താൻ കാരണമായി എന്ന് ജയന്തൻ്റെ മൊഴിയിലുണ്ട്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. 4 ദിവസം മുൻപാണ് അമ്പലപ്പുഴയിലെത്താൻ ജയന്തനോട് വിജയലക്ഷ്മി പറയുന്നു. ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതിനെ തുടർന്ന് ഈ കട്ടിംഗ് ബ്ലെയർ ഉപയോഗിച്ച് വിജയലക്ഷ്മി ആക്രമിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രതി ജയേന്ദ്രൻ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം നടത്തിയതായി പോലീസിനെ അറിയിക്കുന്നുണ്ട്. ഇതുതന്നെയായിരുന്നു കൊച്ചിയിലെത്തിയ പ്രതി ഈ വിജയലക്ഷ്മിയുടെ ഫോണ് ഒരു കണ്ണൂരിലേക്കുള്ള KSRTC ബസ്സിൽ ഉപേക്ഷിക്കുന്നു. അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഫോൺ യാത്രക്കാരി കണ്ടെത്തി കണ്ടക്ടർ മുഖാന്തരം പോലീസിന് കൈമാറിയതോടുകൂടിയാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുന്നത്. അതിൻ്റെ കോൾ റെക്കോർഡും അതിൻ്റെ കോൾ ലിസ്റ്റും അടക്കം CDR പരിശോധനയും അതിൻ്റെ കോൾ ലിസ്റ്റും പരിശോധനയിലാണ് ഈ പ്രതി ജയേന്ദ്രനിലേക്ക് കൃത്യമായി തന്നെ പോലീസ് എത്തുന്നത്.